കേരളത്തിൽ വമ്പൻ പദ്ധതികളുമായി പി.വി. അൻവർ എം.എൽ.എ. കഴിഞ്ഞ ദിവസമാണ് വൻ പദ്ധതികൾ, ജനക്ഷേമകരമായിട്ടുള്ള വൻ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഏറ്റവും വലിയ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യഘട്ടമായിട്ട് 1000 വീടുകൾ ചേലക്കര മണ്ഡലത്തിൽ വെച്ചു കൊടുക്കുന്നതിന് അപേക്ഷ ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ മുഴുവൻ വീടില്ലാത്ത ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വീട് വെച്ച് കൊടുക്കാൻ, അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ DMKയുടെ നേതൃത്വത്തിൽ വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ജപ്തിയായിട്ടിരിക്കുന്ന പ്രമാണങ്ങൾ, അതുപോലെ തന്നെ ചെറിയ തുകയ്ക്ക് ബാങ്കിൽ വെച്ച് പോയി അത് 1, 2, 3 ലക്ഷം രൂപയ്ക്ക് വെച്ച് അത് തിരിച്ചെടുക്കാൻ പറ്റാതെ ആയിപ്പോയ ആളുകൾ, അവരുടെ എല്ലാം പ്രമാണം തിരിച്ചെടുത്ത് കൊടുക്കുന്നതിനുള്ള നടപടി ഈ DMKയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് പി.വി. അൻവർ പ്രഖ്യാപിച്ചത്. ഇതിനെല്ലാം കാലതാമസമില്ലാതെ, അതായത് നിലവിലെ സർക്കാർ പദ്ധതികളെപ്പോലെ കാലതാമസമില്ലാതെ ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകും എന്നുള്ളതാണ്. പിന്നീട് പറഞ്ഞത് ചികിത്സാ ധനസഹായം, അതായത് ഒത്തിരി ആൾക്കാർ കിടപ്പ് രോഗികളായിട്ടൊക്കെയുള്ള ആൾക്കാരുണ്ട്, അല്ലാതെ മാരക രോഗങ്ങൾ ഉൾപ്പെട്ട ആൾക്കാരുണ്ട്. ഇവരെയെല്ലാം സഹായിക്കുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് സംസ്ഥാനം ഒട്ടാകെ ഈ ഒരു പരിപാടികൾ വ്യാപിപ്പിച്ച് ചെയ്യാനാണ് അദ്ദേഹം ആലോചിക്കുന്നതെന്നും എല്ലാം വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. എന്നാൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നപ്പോൾ അവർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനേക്കാളും പ്രാധാന്യം ഉടൻ തന്നെ കുറേ കോർപ്പറേറ്റുകളുമായിട്ട് ചേർന്നുകൊണ്ട് തമിഴ്നാട്ടിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ അദ്ദേഹത്തെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. പ്രവാസികൾ അദ്ദേഹത്തെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഈ പദ്ധതികൾ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ, വളരെ നിസ്സാരമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പാണ് പി.വി. അൻവർ ഈ പത്രസമ്മേളനത്തിൽ നൽകിയത്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കും, എല്ലാവർക്കും വീട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ അദ്ദേഹം ഒരു ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഈ അപേക്ഷ സ്വീകരിച്ച ശേഷം, വീടുകൾക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ച ശേഷം അതാത് സ്ഥലത്തെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലും അതുപോലെ തന്നെ സംഘടനകളുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും, അതായത് അവരുടെ ഒരു വാക്കാലുള്ള ഉറപ്പ്, അവർക്ക് വീടിന് അർഹതയുണ്ടെന്നൊരു ഉറപ്പ്, അങ്ങനെയുള്ള സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളോ വാർഡ് മെമ്പർമാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ഓരോ സ്ഥലത്തെയും ആരാധനാലയങ്ങൾ, സമുദായ സംഘടനകൾ, ഇവരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും വീടുകൾ നൽകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഫോൺ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കുന്നതിന് വേണ്ടി. അത് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിരിക്കാം. സാധാരണപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് വളരെ വലിയ നല്ലൊരു പദ്ധതി എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്, ഒരു വലിയ പ്രഖ്യാപനമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയത്. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും നമുക്ക് എതിർപ്പോ അല്ലെങ്കിൽ അംഗീകാരമോ ഇല്ല. നമ്മൾ നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വീഡിയോ ചെയ്യുക, അത് പരമാവധി അറിയാത്ത ആൾക്കാരെ അറിയിക്കുക. അവരിൽ നിന്ന് ഒരു 100 പേരിൽ നിന്ന് ഒരാൾക്കെങ്കിലും ഇതിൽ നിന്നൊരു സഹായം ലഭിക്കുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. ഓക്കെ.